ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും കരുണയും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഡീക്കൻ പട്ടം സ്വീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി കുന്നുംപുറത്ത് മകന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഡീക്കൻ പട്ടം സ്വീകരിക്കുമ്പോൾ മാലാഖമാരുടെ സ്ഥാനമാണ്. ഡീക്കനും പുരോഹിതനും മെത്രാനും ഈശോ മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷയിലും പ്രവചന ദൗത്യത്തിലും പങ്കുകാരാവുകയാണ്. വളരെ വലിയ ദൗത്യത്തിലേക്ക് ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നവരെയും പുരോഹിതരെയും മെത്രാന്മാരെയും വലിയ ഒരു ദൗത്യത്തിലേക്ക് വിളിക്കുകയാണ്. ഇവർക്കത് ലഭിക്കുന്നത് പ്രത്യേകമായ കൈവെപ്പ് വഴിയാണ്. പൗലോസ്ലീഹ തിമോഥെയോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ആരുടെയെങ്കിലും മേൽ കൈവയ്ക്കുവാൻ തിടുക്കം കൂട്ടരുത്. ആരുടെയെങ്കിലും തലയിൽ കൈവയ്ക്കുവാൻ നിങ്ങൾ തിടുക്കം കൂട്ടരുത്. മറ്റൊരാളുടെ പാപത്തിൽ പങ്കുകാരാവുകയും ചെയ്യരുത്. 1 തിമോത്തി 5:23 പറയുന്നു, നീ വിശുദ്ധി പ്രാപിക്കണം. വിശുദ്ധി പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഈശോ മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാനും പ്രവചന ദൗത്യത്തിൽ പങ്കുകാരാകാനും വിളിച്ച ഈ വിളിക്ക് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയാം. നമ്മളെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം വിശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നമ്മൾ പിന്നെ സമർപ്പണം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുക. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.